ഹായ് ഹലോ ഇന്ന് ക്രിസ് ക്രോസ് കേക്ക് അല്ലാന്നുണ്ടെങ്കിൽ സിമെട്രിക്കൽ കേക്ക് അപ്പോൾ ട്രെൻഡിങ് കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ടോട്ടൽ വെയിറ്റ് വന്നിട്ടുള്ളത് 1.5 kg ആണ്. പിന്നെ ഇതിൽ 3 കേക്ക്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഐസിങ് ചെയ്തിട്ടുള്ളത്. ഓരോ കേക്കിലും 2 ലെയേഴ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിന് സ്റ്റാക്ക് ചെയ്യുന്നത് സാധാരണ ടയർ കേക്ക് എല്ലാം സ്റ്റാക്ക് ചെയ്യണ പോലെ തന്നെയാണ്. സിമ്പിളാണ്, പക്ഷേ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അതായത് ഫസ്റ്റ് ഒരു കേക്കിനെ വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് 4 ഡബിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഡബിൾസ് കൊടുത്ത ഭാഗത്തേക്കായിട്ടാണ് കേക്കിനെ നമ്മൾ സ്റ്റാക്ക് ചെയ്യേണ്ടത്. അതായത് കുറച്ച് ഭാഗം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ രണ്ടിനെയും കൂടി നമ്മൾ ഒന്നുകൂടി ഡബിൾസ് കൊടുത്തിട്ട് സപ്പോർട്ട് കൊടുക്കുകയാണ്. 4 ഡബിൾസാണ് വീണ്ടും കൊടുക്കേണ്ടത്. എന്നിട്ട് പിന്നെ അതിൻ്റെ ശേഷം മൂന്നാമത്തെ കേക്കിനെ വെച്ച് കൊടുത്തിട്ട് ടോട്ടൽ ഹൈറ്റിൽ നിന്നും 3 ഡബിൾസിനെ കൊടുക്കുന്നുണ്ട്. ഇത് ഒന്ന് ക്രോസ് ആയി ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ ക്രോസ് കേക്ക് എന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ അതിൽ കുറച്ച് ബട്ടർഫ്ലൈസും ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും കുറച്ച് ഫോണ്ടൻറ്റിൽ നെയിമും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നത്. സിമ്പിളായിട്ട് തന്നെ അത് സ്റ്റാക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡെലിവറി സേഫ് ആണോ എന്നുള്ളത്. അപ്പോൾ ഇത് സേഫായിട്ട് തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് അവിടുന്ന് അയച്ചിട്ടുള്ള ഫോട്ടോ ആണ് കേട്ടോ അത്. അപ്പോൾ സേഫായിട്ട് തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. ഫോണ്ടൻറ്റ് കുറച്ച് നേരം പുറത്തിരുന്നതുകൊണ്ട് തന്നെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്.